അംഫിഖ് യാ ബിലാൽ, ബിലാലെ കൊടുത്തോളൂ കേട്ടോ, ബിലാലെ കൊടുത്തോളൂ. ബിലാൽ റളിയല്ലാഹു അൻഹു എന്താ കൊടുക്കാനുള്ളത്? അടിമയായിരുന്നു മഹാനവറുകൾ റളിയല്ലാഹു അൻഹു. ഒരുപാട് കാലം അടിമയായിരുന്നു. പിന്നെ ആ കാലഘട്ടങ്ങളിൽ ജീവിച്ച കടവും കഷ്ടപ്പാടും വീട്ടാനേ സമയമുണ്ടായിട്ടുള്ളൂ. പക്ഷെ വലിയൊരു മുതലാളി ചെയ്യുന്നതിനേക്കാളും ബറക്കത്ത് മിസ്കീന്മാരായ സാധുക്കളുടെ സംഭാവനയിൽ നിന്ന് കരം കിട്ടുക. 5-10 റുപ്യ കരം കിട്ടുക. ലക്ഷങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ആളുകളുണ്ടായിരിക്കാം. അതിൽപ്പെട്ട മുത്തഖികളായ മുതലാളിമാരുണ്ടാവും. മാഷാ അല്ലാഹ്, അതിന് ബർക്കത്തുണ്ടേ. നേരെ മറിച്ച് പൈസ മാത്രമേ ഉള്ളൂ, അത് എവിടുന്നാ വന്നത് എവിടുന്നാ പോയതെന്ന് പോലും അറിയാത്ത ആൾക്കാരാണ്. അവരിപ്പോൾ ലക്ഷങ്ങൾ തന്നേക്കാം, ഒരു ബർക്കത്തുണ്ടാവില്ല. അംഫിഖ് യാ ബിലാൽ, ബിലാലെ നിങ്ങൾ കൊടുക്കണം. അവൻ്റെ പൈസ തീരൂല, എനിക്ക് ഇത്രയല്ലേ കിട്ടണുള്ളൂ, എനിക്ക് ഇത്രയല്ലേ ശമ്പളമുള്ളൂ. വലാ തഖ്ശ മിൻ ദിൽ അർശി ഇഖ്ലാല, അർശിന്റെ ഉടമസ്ഥനായ അള്ളാഹു കുറക്കും, അല്ല പിടിച്ചേക്കും എന്ന് പേടിക്കണ്ട. അള്ളാഹു തരുന്നവനാണ്, അള്ളാഹു ബർറാൻ. എൻ്റെ അടുത്ത് തീരൂലേ എന്ന് പേടിക്കരുത്. ഇങ്ങനെ കൊടുക്കുമ്പോഴേ അതിന് ബർക്കത്തുണ്ടാവുള്ളൂ കേട്ടോ. വെറുതെ അത് കുറവ് വരുത്തൂല. വലാ തഖ്ശ മിൻ ദിൽ അർശി ഇഖ്ലാല, അള്ളാഹു കുറക്കൂല നിങ്ങളുടെ സമ്പാദ്യം, അള്ളാഹു അതിൽ ബർക്കത്ത് തരും. അപ്പോൾ പൈസയിൽ കിട്ടിക്കൊള്ളുന്നില്ല, ഒരു പക്ഷേ വലിയ വലിയ അസുഖങ്ങൾ നമുക്ക് കണക്കാക്കിയത് അള്ളാഹു തല തട്ടി ദൂരത്താക്കുന്നുണ്ടാവും. അള്ളാഹു എങ്ങനെയൊക്കെയാണ് നിഅമത്ത് ചെയ്യുമെന്ന് പറയാം. ഒരു കൊല്ലം കഴിഞ്ഞു, ഒരു കിഡ്നിക്ക് അസുഖമൊന്നും വന്നില്ല, ഒരു മേജർ തലച്ചോറിന് ഓപ്പറേഷൻ വന്നില്ല, ഹാർട്ടിനോ സർജറി വന്നിട്ടില്ല. എത്ര ലക്ഷങ്ങളാണ് നമ്മൾ സമ്പാദിച്ചത് ഒരു കൊല്ലം കൊണ്ട്? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ പറയും അക്കൗണ്ടൊക്കെ ഒന്നും വന്നിട്ടില്ലല്ലോ എന്ന്. അക്കൗണ്ടൊന്നും പോയിട്ടില്ലല്ലോ. ഈ പോകാതിരിക്കുന്നത് ഒരു വരവാണ്.